നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹായ് ഷീല ജോർജ്, ഹായ് ശ്രീലക്ഷ്മി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം കാണണം കേട്ടോ. അതിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ടിപ്സും, ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും, അതുപോലെ പിന്നെ ഹെൽത്തി സ്കാൽപ്പ് ആവാനും, ഫോളിക്കിൾസ് വികസിപ്പിക്കാനും, നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാവാനും പറ്റിയ എല്ലാവിധ ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ള ആയുർവേദ പ്ലാന്റ്സ് ഉണ്ട്, ആയുർവേദ ചെടികൾ. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ കാണാൻ പറ്റുന്ന ചെടികളാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട്, മുടി ബ്ലാക്ക് ആവാൻ വേണ്ടി, ഇതിനെല്ലാം പറ്റിയതാണ് കേട്ടോ. പക്ഷെ ഡെയിലി നമ്മൾ കാണുന്നുണ്ടാവാം ചെടികൾ, നമുക്കതിൻ്റെ യൂസ് അറിയില്ല, ഉപയോഗം അറിയില്ല. അപ്പോൾ നമ്മൾ വെറുതെ തള്ളിക്കളയാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ചുറ്റും പ്രകൃതി, ഈശ്വരൻ തന്നിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ആയുർവേദ ചെടികൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുടി വളർത്താം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് ദുഃഖിക്കുന്നുണ്ട്, മുടി കൊഴിഞ്ഞു പോകണം, മുടിയില്ല, അങ്ങനെ വളരെയധികം പ്രയാസത്തോടുകൂടി ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ടിപ്സ് കൊണ്ട് റിസൾട്ട് കിട്ടിയ പലരും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, കാരണം അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് അവർ അതെല്ലാം ഉപയോഗിച്ചു, ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഷാമ്പു സോപ്പ് എല്ലാം അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇതിലെല്ലാം കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം അവോയ്ഡ് ചെയ്താൽ തലയിലെ ചെളി അഴുക്കൊക്കെ എങ്ങനെ മാറ്റും. ഇതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ ഷാമ്പു സോപ്പ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കണ്ടുവരും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളി കഴിഞ്ഞ് ഉണങ്ങിയിട്ട് ഈറൻ മുടി ഒരിക്കലും മുടി ചീവാൻ പാടില്ല കേട്ടോ. കെട്ടിവെക്കാൻ പാടില്ല, പിന്നിടാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം, അതുപോലെ നമ്മൾ ചൂടുള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത് തലമുടിക്ക് കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുടി വെറുതെ ഒരു കോട്ടൺ തുണി കൊണ്ട് കുറച്ച് നേരം കെട്ടിവെക്കുക. അപ്പോൾ മുടിയിലുള്ള എല്ലാ വെള്ളവും ജലാംശം മുഴുവനും ആ കോട്ടൺ തുണിയിൽ പറ്റി പിടിച്ചിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് തന്നെ ഉണങ്ങിക്കോട്ടെ. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിടുത്താം. വൈകുന്നേരങ്ങളിൽ നമ്മൾ മുടി വിടുത്തി മുടി ഭംഗിയായിട്ട് പിന്നിട്ട് കെട്ടിവെച്ച് നോക്കിക്കോളൂ. എത്ര ഹെയർ ഫോള് ആദ്യത്തെ ദിവസം എണ്ണി നോക്കിക്കോളൂ, നെക്സ്റ്റ് ഡേ ഇത് ചെയ്തതിന് ശേഷം എണ്ണി നോക്കിക്കോളൂ. 100 മുടിയാണെങ്കിൽ അത് 90 മുടി, 80 മുടി, 70 മുടി ആയിട്ടൊക്കെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും അതിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ കുറേ ടിപ്സും ജെല്ലും കേട്ടോ, അതുപോലെ ഓയില്, പിന്നെ ആയുർവേദ പൊടികൾ, ഇതെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ കുറച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം നമുക്ക് മുടിയിലെ അഴുക്ക് കളയാനും മുടിയിലെ ഓവറായിട്ടുള്ള എണ്ണമെഴുക്ക് കളയാനൊക്കെ ആയിട്ടുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. പഴയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും, അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാരണവുമില്ലാതെ മുടി കൊഴിച്ചിൽ എന്തുകൊണ്ട്, അപ്പോൾ അതും അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയുടെ പല സ്റ്റേജസ് ഉണ്ട്, 3 സ്റ്റേജസ് ഉണ്ട് ഹെയർ ഗ്രോത്തിന്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ കേട്ടവർക്കൊക്കെ വീണ്ടും അത് കേൾക്കുമ്പോൾ ഒരു ആവർത്തന വിരസത വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാതെ. അപ്പോൾ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓളെന്ന് പ്രസ് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അറിയാമല്ലോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാമല്ലോ.
എല്ലാം പിന്നെ വിറ്റാമിൻ D2 D3 വിറ്റാമിൻ എത്ര തരം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, വിറ്റാമിൻ കുറഞ്ഞാൽ കുറഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്തെല്ലാം റീസൺ കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്, അകാരണമായിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്തുകൊണ്ട്, ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വീഡിയോ ഓരോന്നോരോന്ന് കാണാം. ഇപ്പോഴത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഡയറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചിലവർ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഡയറ്റ് നോക്കും. അപ്പോൾ അതിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വേണ്ട നമുക്ക് പ്രോട്ടീൻ കാര്യങ്ങൾ കാൽസ്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരെയും വയറൊരു പ്രശ്നമാണല്ലോ, വയറ് കുറയാനായിട്ടുള്ള ഒരു ചെറിയൊരു ജ്യൂസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ഇതാണ് കേട്ടോ, കുമ്പളങ്ങ ജ്യൂസ് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ്, ഈ കുമ്പളങ്ങ ഇതേപോലെ വട്ടം നമുക്ക് ഒരു പീസ് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കുരുക്കൾ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണെങ്കിൽ നമ്മൾ കളയണ്ട കേട്ടോ, അത് നമുക്ക് എടുക്കാം. പിന്നെ പകുതി ചെറുനാരങ്ങ കേട്ടോ, പകുതി ചെറുനാരങ്ങ. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ, നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം. ഇപ്പോൾ ഇത്രയും കൂട്ടങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് ആവശ്യത്തിന് മധുരം ചേർക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് തേനോ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം അല്പം കേട്ടോ. മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ ഷുഗറൊക്കെ കുറയും ഈ കുമ്പളങ്ങ കേട്ടോ. നമ്മളെ ദുർമേധസ് എല്ലാം പോകും. ഈ കുമ്പളങ്ങ ജ്യൂസ് ഡെയിലി നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ. വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുർമേധസ് എല്ലാം പോകും, വയറൊക്കെ ചുട്ടിയതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലരും പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം കേട്ടോ. ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ജ്യൂസറിലോ മിക്സിയിലോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരിച്ചെടുക്കണ്ട കേട്ടോ, ഇത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ, പേസ്റ്റ് കളയാവും കേട്ടോ. അപ്പോൾ ആരും അരിച്ചെടുക്കണ്ട, അങ്ങനെ തന്നെ നന്നായിട്ട് അരച്ചിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരച്ചിട്ട് തരാം. ഇതുപോലെ കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച ഓർഗാനിക് മഞ്ഞൾപ്പൊടി കേട്ടോ, അത് ഇട്ടിട്ട് ഒന്നിച്ചരയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്ത കുമ്പളങ്ങ ജ്യൂസ്, മഞ്ഞൾപ്പൊടി കൂടി അരച്ചെടുത്ത്. നമുക്ക് അല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി നീര് കിട്ടും. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗസ് മൂലമുള്ള ഇൻഫെക്ഷനൊക്കെ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറും കേട്ടോ. അതുപോലെ അത് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സ്കിന്നിൽ നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ നമുക്ക് അതേ രീതിയിലുള്ള സ്കിന്നിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഫേഷ്യലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഇതുപോലെ മഞ്ഞൾപ്പൊടി ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഇതാണ് കേട്ടോ. മിക്ക പൊടികളിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഹെയറിൻ്റെ പല നമുക്ക് പൊടികൾ കിട്ടുമല്ലോ. അപ്പോൾ ആ പൊടികളിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത പൊടികളുണ്ട് കേട്ടോ, മുടിക്ക് നല്ലതാണ്. ഈ ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ഫംഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കാൽപ്പൊക്കെ വളരെ ഭംഗിയായിട്ടിരിക്കും കേട്ടോ, ഹെൽത്തി ആയിട്ടിരിക്കും. ഈ ചിലവരുടെ തലയിൽ ഇങ്ങനെ ചൊറി ചൊറി പോലെ ഉണ്ടാവും, അതുപോലെ പുഴുക്കടി പോലെ വട്ടം വട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും കേട്ടോ. ഇതുപോലെയുള്ള കുരുക്കൾ ഉണ്ടാവില്ല. കുമ്പളങ്ങ ജ്യൂസ് അതിനും ബെസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചൂടൊക്കെ കുറയും ശരീരത്തിലുള്ളത്. അപ്പോൾ എല്ലാം എന്തുകൊണ്ടും ഏറ്റവും ഉചിതമാണ് ഈ ജ്യൂസ് നമ്മൾ ഡെയിലി കഴിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ നമ്മൾ എടുത്തു വെച്ച ഈ ഇതിൽ പകുതി നാരങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പകുതി നാരങ്ങ നമുക്ക് ഇതിൽ പിഴിയാം കേട്ടോ. മധുരം വേണ്ടവർക്ക് തേനോ പഞ്ചസാരയോ നീ ചേർക്കാം, ഷുഗർ ഉള്ളവർ ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് ഈ പകുതി നാരങ്ങ നമുക്ക് ഇതിൽ പിഴിയാം, എന്നിട്ട് ഇളക്കാം നന്നായിട്ട്. സ്പൂൺ കൊണ്ടിട്ട് എന്തെങ്കിലും കൊണ്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇത് കുടിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇളക്കിയിട്ട് കുടിക്കാം കേട്ടോ. നല്ലതാട്ടോ. ചിലർ വിചാരിക്കും, കഴിക്കാത്തവർ വിചാരിക്കുക കുമ്പളങ്ങ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ചുവയല്ലേ, ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ എന്നോട് ഇതുപോലെ നമ്മളൊരു കസിൻ പറഞ്ഞു, എനിക്ക്
കഴിക്കണം എന്നുണ്ട് ചേച്ചി, പക്ഷെ ഇത് ഭയങ്കര ചൊവയല്ലേ, കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ കുടിക്കാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞു. ആ കുട്ടി ഉണ്ടാക്കി കുടിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു, ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദേഹത്തിനൊക്കെ വളരെയധികം മാറ്റം തോന്നും കേട്ടോ. വയറൊക്കെ ചുരുങ്ങിയ പോലെ തോന്നും നമുക്ക് കേട്ടോ. ബോഡി തന്നെ നല്ലൊരു ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷിക്കണം കേട്ടോ, എല്ലാവരും കുടിച്ചു നോക്കണം. മഞ്ഞളിന് വളരെയധികം ഗുണങ്ങളാണുള്ളത്. അതുപോലെ ശോധന കുറവുള്ളവരെ രാവിലെ നേരം ഒരു ഗ്ലാസ് ചൂടുവെള്ളം, തിളയ്ക്കണ്ട, ചെറു ചൂടുവെള്ളം, ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു സ്പൂൺ, മുഴുവനും വേണ്ട, ഒരു 3/4 സ്പൂൺ, ആദ്യം നമ്മൾ കുറച്ചിട്ടിട്ട് അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു 3/4 സ്പൂൺ ഓർഗാനിക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കി കുടിച്ചു കഴിഞ്ഞാൽ ശോധന ഇല്ലാത്തവർക്കും ഉണ്ടാവും കേട്ടോ. വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകും. അപ്പോൾ ഈ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, ഡെയിലി കഴിക്കാം. ചെറു ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും, ഒരു സ്പൂണൊക്കെയാണ് കണക്ക് പറയുന്നത്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ആദ്യം ചിലപ്പോൾ ചിലവർക്ക് അത് പറ്റില്ല, അപ്പോൾ അളവ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന് നമ്മളിത് ഡെയിലി കഴിച്ചോളൂ കേട്ടോ. വയറിനൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ശോധനയൊക്കെ ഉണ്ടാവും കേട്ടോ. ഏറ്റവും ബെസ്റ്റാണിത്. നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കഴിക്കണ പോലെ തോന്നും അല്ലേ? അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുഖത്തുള്ള പാടുകളൊക്കെ കുറയണ പോലെ നമുക്ക് തോന്നും. ഡെയിലി കഴിക്കുമ്പോൾ കേട്ടോ, ഇടയ്ക്കിടയ്ക്കല്ല കഴിക്കുക, ഡെയിലി കഴിക്കാം. ഡെയിലി കഴിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാകും മെലിഞ്ഞു പോകുമോയെന്ന്. അങ്ങനെയില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള, അത് മെലിയാൻ ആഗ്രഹിക്കുന്നവർ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നവരുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവർ ബാക്കി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിക്കും, പിന്നെ ഒന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡയറ്റ് നോക്കി കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ മെലിയാം. അതല്ല, ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഈ ദുർമേധസ് എല്ലാം പോകും. അങ്ങനെയാണ് കേട്ടോ. അമിതമായിട്ടുള്ള കൊഴുപ്പും വേണ്ടാത്ത കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുടിക്കുന്നത് മാറും. അങ്ങനെ കേട്ടോ. വയറൊക്കെ ചുട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഏറ്റവും വളരെയധികം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് പറഞ്ഞു കൊടുത്തവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് കുമ്പളങ്ങയും തേനും കൂടിയുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീര് പിഴിഞ്ഞത് ഇട്ടിട്ടുണ്ട് ജ്യൂസ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് സ്കിന്നിന് പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അല്ലാത്തവർക്ക് ഉപയോഗിക്കാം. മുടിയിലുള്ള ഫംഗസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കളയരുത് കേട്ടോ. എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എല്ലാ ടിപ്സും അങ്ങനെയാണ് കേട്ടോ. എല്ലാ ടിപ്സും ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സുകളാണ്. അതുപോലെ ജ്യൂസുകളൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അയൺ കൂടിയ ഫുഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നെല്ലിക്ക കൂടിയത്, പിന്നെ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതും ഉപയോഗിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അലോവേര ജെല്ല് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ അലോവേര ജ്യൂസ് നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ അലോവേരയുടെ ജാമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അലോവേര ജാം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം. മുടി വളരെയധികം ശ്രദ്ധിക്കുക, പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, മുന്നോട്ട് പോവുക. പുതുവർഷം വന്നു അല്ലേ? അപ്പം മടി കാര്യങ്ങളൊക്കെ മാറ്റുക, എല്ലാം ഭംഗിയായി ഈശ്വരൻ നടത്തി തരും. ഈശ്വരനെ മുൻനിർത്തി എല്ലാം ചെയ്തോളൂ, എല്ലാ കാര്യം ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, അല്ലാത്തവർക്കും എല്ലാവർക്കും വളരെ അധികം നന്ദിയുണ്ട് കേട്ടോ.
എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം കേട്ടോ, അടുത്ത വീഡിയോയുമായി. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, മുടിയെ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. വീഡിയോയിൽ വന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ലത് വരട്ടെ.